ഔ ഇതെന്തൂട്ടപ്പാ, നേരം എടുത്തിട്ട് വണ്ടിയും ചണ്ടിയൊന്നും കാണാനില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എപ്പോ ഇവിടുന്ന് പോകാൻ പറ്റും എന്റെ ദൈവമേ? എന്റെ ചേട്ടാ ഇന്ന് ഹർത്താലല്ലേ, വണ്ടിയൊന്നുമില്ല, നമുക്ക് നടന്നാലാ? നിനക്കെന്താ വട്ടാ? 20 കിലോമീറ്റർ നടക്കാന്ന് വെച്ചാൽ നമ്മളെന്താ യന്ത്രമനുഷ്യരാ? ഉച്ചയാകുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഓടി തുടങ്ങുമായിരിക്കും. അതുവരെ എന്ത് ചെയ്യാ? അതുവരെ പോര് സാറുമാരെ, ഹർത്താൽ ആഘോഷിക്കാന്നേ. വാ സാറേ. വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നേ. എന്നാ ഉച്ചവരെ ആഘോഷിച്ചാലോടാ. പിന്നല്ലാതെ. വാ സാറേ. അപ്പാവി ഇയാള് ചത്തോ? അപ്പൊ ഇന്ന് കാരുണ്യക്ക് 41 21 അടിച്ചു. ഇത് എന്തോ ഉറക്കാടോ ഇത്? ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ ആരെങ്കിലും എടുത്തിട്ട് പോയാലും താൻ അറിയൂലല്ലോ. നീ പോയി നിന്റെ പണി തുറന്ന് ഓടി. ഒരു സ്വപ്നം കണ്ടായിരുന്നു. വലിയ കാശുകാര് താമസിക്കുന്ന ഫ്ലാറ്റാ. നാഴേക്ക് 40 ലിഫ്റ്റ് കേടാവും. അതൊന്ന് ശരിയാക്കാൻ ആർക്കെങ്കിലും നേരം ഉണ്ടോ? നടന്ന് നടുപിടിക്കാൻ എന്റെ വിധി. അമ്മേ, എന്റെ ദൈവമേ, രാത്രി ഇവിടെ എന്താ വല്ല ബലാത്സംഗമായിരുന്നോ ഇങ്ങനെ കിടക്കാനായിട്ട്? വെള്ളമില്ലേ? കരട് കയറിയെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഒരിക്കലും ബ്ലോക്ക് ആവുന്നതല്ലല്ലോ. ഈ അപ്പാവി പിന്നെ കിടന്നുറങ്ങി തോന്നണു. ഇതൊരു കഷ്ടപ്പാടാണ്. വെള്ളത്തിന് ഞാൻ ഇവിടെ പോവും. 5 നില ഇനി ഇറങ്ങണല്ലോ ദൈവമേ. എന്തൊരു കഷ്ടപ്പാണ് ദൈവമേ. ഉറക്കം കേട്ടോ. അപ്പാവി, അപ്പാവി, എന്താ അപ്പാവി? വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ ഡ്രൈ ആയിട്ട് അടി. പൈപ്പില് വെള്ളമില്ലാന്ന്. എന്നാ സോഡ വെച്ച് അഡ്ജസ്റ്റ്. നീയായിരുന്നു, ഞാൻ വിചാരിച്ച്. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. എടാ കഴുത, പൈപ്പില് വെള്ളമില്ലാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
ഇന്നലെ പിള്ളേര് കൃത്രിമഴ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ പൈപ്പ് തുറന്ന് വെള്ളം ചിരിച്ചിട്ടത്. പെരുമഴയത്ത് കുളിക്കുന്ന പോലെ ആ പിള്ളേര് കുളിച്ചത്. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നല്ലോ. നീങ്ങ വന്നേ, താഴത്തെ ടാങ്കിൽ പോയി നോക്കാം. ഉം. ഉം. നമ്മൾ തന്നെ ഇത്രയും ഗ്യാപ്പ് വേണോ? ഇവര് കാലത്ത് തന്നെ എന്നാ പരിപാടിയാ? ഇടയ്ക്ക് മുട്ടി നടന്നേ. ഓ പിന്നെ ഇതൊന്ന് തുറന്നു നോക്കി. അതിങ്ങടുത്തേ. തുറക്ക്. അതെ, ഇന്നേ മറ്റേ വെള്ളം വണ്ടി വന്നായിരുന്നോ? ഓ, ടാങ്കർ ലോറി വന്നോന്ന്. ഇതായിരുന്ന ചീഞ്ഞ കേസ്. പിടിച്ചിരുന്നെങ്കിൽ ചമ്മി പോയനെ. എന്തോ ഈ കുന്തം വിഴുങ്ങിയ പോലെ ആലോചിച്ചിട്ട് നിക്കണേ? വന്നിട്ടില്ല. എന്ത് വന്നിട്ടില്ല? വന്നിട്ടില്ല. സുരേന്ദ്രൻ വെള്ളമായിട്ട് ഇന്ന് രാവിലെ വന്നിട്ടില്ല. എന്നാ അതൊന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. ദേമിനി വെള്ളം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അപ്പാവ്, നീ ഇതൊക്കെ ഒന്ന് നോക്കണ്ടതല്ലേ? പിന്നെ വെള്ളം വരുന്നുണ്ടോ നോക്കലല്ലേ എന്റെ പരിപാടി. ഞാൻ ഈ ഫ്ലാറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. ഓ, ഒരു ഓഫീസർ. കർത്താവേ, ഇന്ന് ഈ വെള്ളത്തിന്റെ പേര് ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ. പോണോ? ഓ അല്ല, വേണ്ട. എന്റെ അപ്പ വീട് ആകെ നാറി മെനക്കേടായല്ലോ. എടി ഞാൻ എന്നാ ചെയ്യാനാടി? ഒഴുക്കോടൊഴുക്ക മാക്സിമം ട്രൈ ചെയ്തു, കൺട്രോൾ ആകുന്നില്ലടി. എന്ത് ചെയ്യാൻ? തോപ്രാങ്കുടി മനസമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഞാനാ ഇവിടെ കൊണ്ടുവന്ന്. തുടങ്ങി വരുന്നുണ്ട്, അടിച്ചു പൊളിച്ചാ വരുന്നത്. ആര് വരുന്ന കാര്യം വാപ്പനി പറയുന്നേ? വയറ്റീന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. നാശം. മോളെ, എന്നാ ഒരു പണി ചെയ്യേ. എന്റെ മോളെ, എന്നെ നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അല്ലെ ഇളകി ഇളകി ഞാൻ ചാവൂടി. റോഡിലേക്ക് ഇറങ്ങിയാലേ വണ്ടി സമരക്കാർ തല്ലിപ്പൊളിക്കും. ഇവിടെ കിടക്കണതേ 1-2 രൂപയുടെ വണ്ടിയൊന്നും അല്ല. അപ്പനേക്കാൾ വരാനുണ്ട് നിന്റെ വണ്ടി. അവിടെ അമ്മയുടെ വണ്ടി. എടി, എവിടെയായിരുന്നു ഈ പെണ്ണെ ഇതുവരെ? മനുഷ്യൻ തൂറി ഇടങ്ങാറായി. ബാത്റൂമിലാണ് ഒരു തുള്ളി വെള്ളമില്ല. എവിടുന്നെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ, എനിക്ക് കഴുകണം. വെള്ളമില്ല. വെള്ളം ഇല്ലേ? ടാങ്കർ ലോറിക്കാരൻ വെള്ളം കൊണ്ടുവന്നില്ല. ഇവിടുത്തെ ഫ്ലാറ്റിൽ ഒന്നും വെള്ളമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വയറ്റീന്ന് പോയി തീരുന്നുമില്ല. അയ്യോ, എനിക്ക് മേല. എടി, നോക്കി നിൽക്കാതെ നീ എവിടെന്നെങ്കിലും നിന്ന് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോവാ. ഞാൻ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാ? ആ, ലാലി മേഡം അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ലാലി മാഡം എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ, വെള്ളം വരാറായോടാ? വരുമ്പോ അറിയിക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്താ? ഒരു പായും തലയുടെ ബാത്റൂമിലേക്ക് തരുവോ? അതന്നെ, റൂമിൽ സ്ഥലമില്ലേ? എടാ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ബെഡ്റൂമിലേക്ക് വരാൻ. അതെ, താണ്ടേ പിന്നെ ഉരുണ്ട കേറുവാ. നീ വരുന്നു എങ്ങോട്ട്? എടാ, ബാത്റൂമിലേക്ക്. എടാ, ഒരു കമ്പനിക്ക്. ബാക്കി അവിടെ ഇരുന്ന് പറയാവടാ. എടാ, പാടാ. അയ്യോ, ആടെ ക്ലോസറ്റ് ചെല്ലുന്നേ. വൃത്തികെട്ടവൻ. കമ്പനിക്ക് വിളിക്കുന്നിടത്തൊന്നും ബാറിലേക്കാണ്. അയ്യോ, വെള്ളമില്ലല്ലോ. അരവിന്ദ്, വെള്ളമില്ല. അരവിന്ദ്, അരവിന്ദ്, വെള്ളമില്ലാന്ന്. അരവിന്ദ്, പറഞ്ഞത് കേട്ടില്ലേ? മലയാളം മാത്രം വരത്തൂല്ലോ. വെള്ളമില്ലാന്ന്. ഇത് ടൗൺ അല്ലേടി. ഇവിടെ ചിലപ്പോ വെള്ളം വരും, വെളിച്ചം പോവും, വരും, വരാതിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ പറയണേ? എന്ത് ചെയ്യണം?
ഇത് കേട്ടാത്തൊന്നും ഞാൻ പറയുന്ന മുഴുവൻ അനുസരിച്ച് ജീവിക്കുന്ന വിനീത വിധേയ ഭാര്യ നീന്ന്. മഞ്ജു, നീ എന്ത് വേണേ ചെയ്. അരവിന്ദ്, ഐ എം സീരിയസ്. എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ചെയ്യാൻ. എനിക്കൊന്നും ഒരു പണിയില്ല. ആറ്റുനോറ്റ് കിട്ടിയ ഹർത്താല. പകല് മുഴുവൻ കിടന്നുറങ്ങണം. ശല്യപ്പെടുത്തരുത്. ഇപ്പൊ ശല്യം ഞാനായി. അതെ. നീ എന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അന്ന് മുതൽ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. തുടങ്ങി. എന്റെ ആംബിഷൻസ് ഒക്കെ ഞാൻ നിനക്ക് വേണ്ടി പണയം വെച്ചു. പണയം, ബാങ്ക്, പലിശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള പൈസയുടെ കണക്ക് പറയാനാണെങ്കിൽ പറ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും നിന്റെ വാക്കും കേട്ട് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് വേസ്റ്റ് കൊണ്ടേ കളഞ്ഞില്ലേ ഞാൻ. അതുകൊണ്ട് മനസമാനമായിട്ട് കയറി കിടക്കാനൊരു സ്ഥലമുണ്ട്. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എപ്പോ എവിടെയും വരാം, പോവാ. മനസ്സമാധാനം അത് നിന്റെ കക്ഷത്തിൽ തല വെച്ചപ്പോ തീർന്നല്ലോ. എന്നാ തല ഒരുക്കൊണ്ടോ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്. ഇതിനുള്ള മറുപടി പറയണതേ ഈ ഭാഷയിലല്ല. ഓ, ഭാഷ. നിന്റെ ഭാഷയുടെ ഗുണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഒന്നുമില്ല, 5 വർഷം ഞാൻ നിന്നെ പ്രേമിച്ചതല്ലേ. അപ്പൊ നീ എന്റെ പേര് തേച്ച് വിളിക്കുമായിരുന്നോടി. ഇപ്പൊ ഈ ജോലിയിൽ ആരാണ്ടൊക്കെ ആയപ്പോഴല്ലേ അരയും അരവിന്ദനും ഒക്കെ ആയത്. കരിയർ, പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിക്കൂല്ല, പിള്ളേരുമില്ല. കുഞ്ഞുങ്ങള് ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അതിന്റെ ഒക്കെ തീട്ടവും മൂത്രവും വാരി സ്പോയിൽ ചെയ്യേണ്ടതല്ല എന്റെ ലൈഫ്. കാപ്സ്യൂള് കഴിക്കുന്ന പോലെ ദിവസം 3 നേരം നീ എന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പരാജയമാണ്, സമ്മതിച്ചു. നീ എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. പാല, നീ എവിടെയാണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തണം. ഫുൾ പേപ്പേഴ്സുമായി.